അഞ്ചാം ക്ലാസ്സുകാരൻ മുഹമ്മദ് സിദാന്റെ അവസരോചിത ഇടപെടലിൽ ജീവൻ തിരികെ കിട്ടിയത് രണ്ടു കൂട്ടുകാർക്ക്. ഷോക്കേറ്റ് തൂങ്ങിക്കിടന്ന സഹപാഠികളാണ് സിദാന്റെ ഇടപെടലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കോട്ടപ്പാടം കല്ലടി അബ്ദുൽ ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിദാൻ. സിദാനാണ് ഷോക്കേറ്റ് തൂങ്ങിക്കിടന്ന സഹപാഠിയെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തിയത്. വിവരം അറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അനുമോദനത്തിന് നടുവിലാണിപ്പോൾ സിദാൻ. ബുധനാഴ്ച രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകാൻ വീടിനടുത്തുള്ള ബസ് കാത്തിരിപ്പു കേന്ദ്രത്തിൽ സ്കൂൾ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് സംഭവം. സിദാന്റെ കൂട്ടുകാരൻ മുഹമ്മദ് റാജിഹ് പ്ലാസ്റ്റിക് ബോട്ടിൽ തട്ടിക്കളിക്കുമ്പോൾ ബോട്ടിൽ തൊട്ടടുത്ത പറമ്പിലേക്ക് വീണു. ഇതെടുക്കാനായി മതിലിൽ കയറി പറമ്പിലേക്ക് ഇറങ്ങുന്നതിനിടെ കാൽ വഴുതിയപ്പോൾ തൊട്ടടുത്തുള്ള വൈദ്യുതി തൂണിൽ കയറി പിടിച്ചു. വെപ്രാളത്തിനിടെ ഫ്യൂസ് കാരിയറിന്റെ ഇടയിൽ കൈ കുടുങ്ങിയ കൈ വലിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേറ്റു. താഴേക്ക് തൂങ്ങിക്കിടന്നു. പിടയുന്നത് കണ്ട് കാലിൽ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചതോടെ മറ്റൊരു കൂട്ടുകാരൻ ഷഹജാസിനും ചെറിയ തോതിൽ ഷോക്കേറ്റു. ഇതോടെയാണ് റാജിഹിന് ഷോക്കേറ്റതാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ മുഹമ്മദ് സിദാൻ തൊട്ടടുത്ത് കണ്ട ഉണങ്ങിയ കമ്പുകൊണ്ട് റാജിഹിനെ അടിച്ചു താഴെയിട്ടു. കൈകളിലും മുഖത്തും മറ്റും പൊള്ളലേറ്റ റാജിഹിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. സിദാൻ അവസരോചിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റു രണ്ടു കുട്ടികളും അപകടത്തിൽപ്പെടുമായിരുന്നു. കോട്ടപ്പാടം കൊടുവള്ളിപ്പുറം കലായത്ത് ഉമർ ഫാറൂഖിന്റെയും ഫാത്തിമാത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ. വീട്ടിൽ മുൻപുണ്ടായ അപകടത്തിൽ നിന്നാണ് ഷോക്കേറ്റാൽ ഉണങ്ങിയ വടികൊണ്ട് തട്ടിമാറ്റുന്ന അറിവ് ലഭിച്ചതെന്ന് സിദാൻ പറയുന്നു. കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ മനസ്സാന്നിധ്യത്തോടെ ഇടപെട്ട മുഹമ്മദ് സിദാനെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി അഭിനന്ദിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു.